ദൈവവചനധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വചനം. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇവിടെ പത്യോപദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധവും മാറ്റമില്ലാത്തതുമായ സത്യവചനത്തെയാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം ആണ് പത്യോപദേശം. അതൊരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറുന്നില്ല, മറിച്ച് മനുഷ്യനെ ദൈവഹിതം ചെയ്യുവാൻ പ്രാപ്തനാക്കുകയാണ് പത്യോപദേശത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ ദൈവം നൽകുന്ന വചനസത്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമുള്ളതായിരിക്കണമെന്നില്ല. ചില വചനസത്യങ്ങൾ കഷായം പോലെ കയ്പുള്ളതായിരിക്കും. എന്നാൽ ആത്മാവിനോട് പോരാടുന്ന എല്ലാ ജഡമോഹങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ആ വചനത്തിന് സാധിക്കും. നമുക്കറിയാം, ചില പ്രത്യേക ചികിത്സാ സമ്പ്രദായങ്ങളിൽ ചില കാര്യങ്ങൾ പഥ്യമാണ്. പഥ്യം എന്ന പദം രോഗിക്ക് നൽകുന്ന നിയന്ത്രിത ഭക്ഷണത്തെയും ആരോഗ്യകരമായ ശീലങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഒരാൾ രോഗിയാണെങ്കിൽ അയാളുടെ രോഗം ഭേദമാകുവാൻ രോഗി ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുവാൻ സാധ്യമല്ല. ചിലതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുപോലെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളാണ് അഹങ്കാരം, ദ്രവ്യാഗ്രഹം, അസൂയ, സംശയം, അവിശ്വാസം, അനുസരണക്കേട്. ഇവയിൽ നിന്നൊക്കെ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവവചനം നൽകുന്ന പത്യോപദേശം അതൊരിക്കലും മനുഷ്യൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഉപദേശമല്ല, മറിച്ച് മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. ഇന്ന് ആളുകൾ ഇമ്പകരമായ വാക്കുകളെ കേൾക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്, സത്യത്തെയല്ല. ചെവിക്ക് ഇമ്പമുള്ള വാക്കുകൾ, പ്രസംഗങ്ങൾ ജനക്കൂട്ടത്തെ എപ്പോഴും ആകർഷിക്കുന്നതാണ്. എന്നാൽ സത്യം പലപ്പോഴും ഹൃദയത്തെ മുറിപ്പെടുത്തും. അതുകൊണ്ട് പലർക്കും അസ്വസ്ഥതയുണ്ടാകും. കാരണം സത്യം മനുഷ്യനോട് മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത്. സത്യം പാപത്തെ തുറന്ന് കാട്ടുന്നതാണ്. സത്യവചനം മാനസാന്തരത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം പലപ്പോഴും മാറ്റത്തേക്കാൾ ആശ്വാസത്തെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ നിർമ്മല ഉപദേശം ഉൾക്കൊള്ളുവാൻ വിമുഖരായിട്ട് തങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായി ഇമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ വിളിച്ചു കൂട്ടുന്ന കാലം വരും. അന്ന് അവർ സത്യത്തിന് പുറംതിരിഞ്ഞ് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. മനുഷ്യൻ തൻ്റെ മോഹങ്ങൾക്കനുസരിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായി ഇമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെയാണ് പലപ്പോഴും ആളുകൾ വിളിച്ചു കൂട്ടുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനുഷ്യൻ തയ്യാറാകാതിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരെ അന്വേഷിച്ച് മനുഷ്യൻ നടക്കുകയാണ്. ഇവിടെ ഇമ്പമുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ആത്മാവിനെ തിരുത്തുന്നതൊന്നല്ല, അവൻ്റെ ജഡാഭിലാഷങ്ങളെ വളർത്തുന്ന വാക്കുകളാണ്. പാപത്തെക്കുറിച്ച് ഇമ്പമുള്ള വാക്കുകൾ എപ്പോഴും മൗനം പാലിക്കും.
വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള പ്രബോധനങ്ങളില്ല. ക്രൂശില്ലാത്ത ക്രിസ്തീയതയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നത്. എന്നാൽ പഥ്യോപദേശം, നിർമ്മല വചനം മനുഷ്യനോട് അവൻ്റെ ഹൃദയം മാറുവാൻ ആവശ്യപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും പലരും സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നവരെ ഒഴിവാക്കുന്നത്. തങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഊട്ടി വളർത്തുന്ന, അനുകൂലിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉപദേഷ്ടാക്കളെ പിന്തുടരുന്ന ഒരു കാലം വരും. അത് വന്നിരിക്കുന്നു. അവർ സത്യത്തിന് പുറംതിരിഞ്ഞ് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവരാകും. സത്യം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ്റെ അവസാനം എത്ര ഭയങ്കരമാണ്. അവൻ കുറേ കെട്ടുകഥകളുടെ അടിമയായി ജീവിക്കും. ദൈവിക സത്യങ്ങളെ നാം നിരസിച്ചാൽ അത് വളരെ അപകടമാണ്. കെട്ടുകഥകളെല്ലാം അടിത്തറയില്ലാത്ത കാര്യങ്ങളാണ്. യേശുക്രിസ്തു പറഞ്ഞത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സത്യവചനം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഡിമാൻഡ് കുറവാണ്. ജനപ്രിയ സുവിശേഷകരെന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നാം തയ്യാറാകണം. കഷായം കയ്പുള്ളതാണെങ്കിലും അത് ഡോക്ടർ രോഗിക്ക് നിർദ്ദേശിച്ചാൽ അതായിരിക്കും സൗഖ്യത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വചനങ്ങൾ സ്വീകരിപ്പാൻ നാം തയ്യാറാകണം. ദൈവമേ, അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.